നമ്മൾ പോകുന്നതേ പന്തളം എടപ്പോണിലാണ് കേട്ടോ. അവിടെ നമുക്കൊരു വാരിയറിൻ്റെ HBM 3000 കൊടുക്കാനുണ്ട്. ഇന്നത്തെ ഇൻസ്റ്റാളേഷൻ നമുക്ക് അവിടെയാണ് വരുന്നത് കേട്ടോ. സുഹൃത്തുക്കളെ, അങ്ങനെ ആ സൈറ്റിൽ ചെന്നപ്പോഴേ കണ്ട കാഴ്ചകളാണ് ഈ ഒരു ഇതിൽ കാണിക്കുന്നത് കേട്ടോ. ആ ഒരു പ്രകൃതിയുടെ ഭംഗി, നമ്മുടെ ആ വീടിന്റെ ഫ്രണ്ട് വശത്ത് നിൽക്കുന്ന ആ ഒരു പ്ലാവിലെ ചക്കകൾ. ഈ സമയത്തൊക്കെ ചക്കകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും കഴിക്കുന്ന ഒരു സമയമാണ്, അറിയാമല്ലോ. ഇതുകൊണ്ട് ഒരുപാട് വിഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചക്ക പഴുത്ത് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ടേസ്റ്റാണെന്ന് അറിയാമല്ലോ. അത് ചക്ക വേവിച്ച് കഴിക്കാം. ചക്ക കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാനൊക്കും. അപ്പൊ ഞാൻ ആ കണ്ട കാഴ്ചകൾ എനിക്ക് വളരെ കൗതുകമായിട്ട് നല്ല ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനത് പകർത്തിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സൈറ്റിലേക്കുള്ള ആ ഒരു പോർട്ടബിൾ ഇൻവെർട്ടർ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇൻബിൽറ്റ് ലിഥിയമാണ് ഇതിനകത്ത് വരുന്നത്. ഇതൊരു 3 kVയുടെ 3000 VA ആണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. 24 വോൾട്ട് ആണ് ഇതിന്റെ ബാറ്ററിയുടെ കപ്പാസിറ്റി വരുന്നത്. 100 AH ആണ് അതിന്റെ ലിഥിയം ബാറ്ററിന് കപ്പാസിറ്റികൾ വരുന്നത്. അപ്പോൾ ഇതാണ് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കേട്ടോ. കപ്പാസിറ്റി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് 3000, 100 AH, 24, പിന്നെ 41 കിലോ വെയിറ്റ്. ഇതൊക്കെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ഈ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു കവറിങ്, അതായത് ഇതിന് കംപ്ലീറ്റ് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടി നല്ലെണ്ണം പാക്ക് ചെയ്തിട്ടുണ്ട് കമ്പനി. അപ്പോൾ ഇതിന്റെ പ്ലാസ്റ്റിക് കവറൊക്കെ നമ്മൾ ഇളക്കുമ്പോൾ സമയം ആദ്യം കാണുന്നത് നമുക്ക് കാറ്റലോഗ് ആണ്. ഈ മാനുവൽ കാറ്റലോഗിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് കമ്പനി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റത്തിന്റെ മൊബൈൽ വഴി നമുക്ക് മോണിറ്റർ ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും, അതുപോലെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട QR അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിസ്റ്റം കേട്ടോ. അത്യാവശ്യം ഇത് ഒരു ഹെവി ഡ്യൂട്ടി, അതായത് ഒരു വെയിറ്റ് ഉള്ള ഒരു സാധനം കൂടി ആയതുകൊണ്ട് ഇതിന് നമ്മൾ ഹാങ് ചെയ്യാനായിട്ട് ഹാൻഡിൽ 3 ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, നമ്മുടെ ഈ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ QR കോഡുകൾ, അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, MCB പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ നെഗറ്റീവ് പോസിറ്റീവ്, അതുപോലെ തന്നെ നമുക്കൊരു 16 ആംസിന്റെ 3 പിൻ ടോപ്പും 3 പിന്റെ സോക്കറ്റും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം ഒരു 3000 VA ഒരു കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ നമുക്ക് UPS മോഡ് ഉപയോഗിക്കാനായിട്ട്, അതുപോലെ തന്നെ ചാർജിങ് ഓഫ് ചെയ്ത് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. BMS ഓഫ് ചെയ്യലുള്ള ഓപ്ഷൻസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഒരു സൈഡിൽ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ലേബല് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. MCB നമുക്ക് KSCBയുടെ ലൈനിൽ ട്രിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക് ട്രിപ്പ് ആവാൻ വേണ്ടിയാണ് ആ ഒരു MCB അവിടെ കൊടുത്തിരിക്കുന്നത്. മുകളിൽ നമുക്കൊരു ഹാൻഡിലുണ്ട്, സൈഡ് വശങ്ങളിലായിട്ട് 2 ഹാൻഡിൽ. അതിന്റെ മറുവശത്തേക്ക് വരുമ്പോൾ നമുക്ക് 2 കൂളിംഗ് ഫാനാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഈ സിസ്റ്റം ഒന്ന് ഹീറ്റ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി തന്നെ ഈ 2 ഫാനും വർക്ക് ചെയ്ത് നിമിഷം നേരം കൊണ്ട് അതിനുള്ളിൽ ചൂടിനെ വലിച്ച് വെളിയിൽ കളയുക എന്നുള്ളതാണ് അതിന്റെ ഒരു പർപ്പസ്. ഹാൻഡ് കണ്ടോ, ഈ ഒരു 41 കിലോ ഉള്ള ഒരു ഇൻവെർട്ടർ ആയതുകൊണ്ട് ഇതിനെ ഒന്ന് നമുക്ക് പൊക്കിയെടുത്ത് മാറ്റി വെക്കണമെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണമെങ്കിലോ ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡിലും കമ്പനി കൊടുത്തിട്ടുണ്ട്. 5 വർഷം വാറന്റിയാണ് ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നത്. അപ്പോൾ നമുക്ക് മറ്റു ലെഡ് ആസിഡ് ബാറ്ററി ഒക്കെ ഉപയോഗിച്ചിരുന്ന ആ ഒരു സമയത്ത് നമുക്ക് വെള്ളം ഒഴിക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സിസ്റ്റം മാറി. ഇതാണ് നമ്മുടെ ആ ഒരു ഫ്രണ്ട് വ്യൂ. ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. മെയിൻ സോണിന്റെ ഇൻഡിക്കേറ്റർ ഉണ്ട്, സോളാറിന്റെ ഉണ്ട്, ചാർജിങ്ങിന്റെ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ബാക്കപ്പിന്റെ ഉണ്ട്, ബാറ്ററി ലോ ഉണ്ട്, ഓവർലോഡ് ഉണ്ട്. അതുപോലെ അതിന്റെ മോഡൽ നമ്പറും കാര്യം കൊടുത്തിട്ടുണ്ട്. സെൻട്രലാണ് അതിന്റെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു പോർട്ടബിൾ ഇൻവെർട്ടർ കേട്ടോ. മൂവ് ചെയ്യാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മുടെ ഇൻവെർട്ടർ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. അതിനടിയിൽ നമുക്ക് 4 ട്രോളി വീലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഒരു ഭാരം അനായാസം നമുക്കിത് മൂവ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കാം. ഇത് കണ്ടോ, ഞാനിത് ഒന്ന് കറക്കുമ്പോൾ കണ്ടോ, കറക്കുവോ നീക്കുവോ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് മൂവ് ചെയ്ത് മാറ്റാം. നമ്മുടെ സാധാരണ ഇൻവെർട്ടർ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇത് വഹിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്, കാരണം ഹെവി ആയതുകൊണ്ട്. ഈ ഒരു സാധനം ഇത് കണ്ടോ, ഇത് മൂവ് ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനൊക്കെ. ഇപ്പൊ ഞാനിത് പാക്കറ്റ് പൊട്ടിച്ചിട്ട് ആ വെക്കേണ്ട ഒരു പൊസിഷനിലേക്ക് ഇത് തള്ളിക്കൊണ്ട് പോവാണ് കേട്ടോ. ജസ്റ്റ് ഇതിന്റെ മുകളിലെ ഹാൻഡിൽ ഇങ്ങനെ നമ്മൾ ഉരുട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ട്രോളി പോലെ നമുക്ക് മൂവ് ചെയ്യാം. ഇതാണ് നമ്മുടെ ആ ഒരു ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യാൻ തന്നിരിക്കുന്ന സ്പേസ്. ഇവിടെ ഒരു 12 വോൾട്ടിന്റെ ഒരു 1 kV സിസ്റ്റം നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ലെഡ് ആസിഡ് ബാറ്ററിയിൽ. അപ്പോൾ അതിന്റെ പവറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു സിസ്റ്റത്തിന്റെ ആ ഒരു ഡീറ്റെയിലേക്കായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ 3 പിൻ ടോപ്പും കാറ്റും മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പഴയ ആ ഒരു ഇൻവെർട്ടറിന്റെ ലൈൻ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇതിനെയൊക്കെ ആക്കുന്നുണ്ട്. നമ്മുടെ സിസ്റ്റത്തിന്റെ ആ ഡിസ്പ്ലേയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതിന്റെ സിസ്റ്റം ഓൺ ആവുന്നുണ്ട്. ഇതിപ്പം നമ്മൾ KCB ലൈൻ കണക്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് സിസ്റ്റം ഒന്ന് ഓൺ ആക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്ക് BMS ഓൺ ആക്കുമ്പോൾ തന്നെ ഈ ഒരു സിസ്റ്റം ഓൺ ആവും. അതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം. അതുപോലെ തന്നെ ഈ സെൻട്രലിലെ ബട്ടണാണ്, അതുകൊണ്ട് ഒരു വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം ബാക്കപ്പ് ഓൺ ആവും.
അപ്പോൾ അത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതല്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേയിൽ കാര്യങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണാമല്ലോ, ഫ്രഷ് ആയിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ ചാലു ആക്കിയിട്ടേ ഉള്ളൂ. അതിൻ്റെ ടൈമിംഗ് കാര്യങ്ങളൊക്കെ ദേ ഇവിടെ കണ്ടോ, 10 സെക്കൻഡ് 12 സെക്കൻഡ്. അപ്പോൾ ഇങ്ങനെ പൊക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്, കാരണം ജസ്റ്റ് ഓൺ ആക്കിയതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എത്ര മണിക്കൂർ വർക്ക് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഡിസ്പ്ലേയിൽ നമുക്ക് ചാർജിങ്ങിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ മറ്റേ ആംബിയർ, ബാറ്ററിയുടെ ഡീറ്റെയിൽസുകൾ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് KSEBിയുടെ ലൈനിലേക്ക് ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണുന്ന ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്നുകൂടെ പരിശോധിക്കാം. അപ്പോൾ ഇത് ഞാൻ ബാക്കപ്പ് മാത്രമാണ്, കാരണം കണക്ഷൻ കൊടുത്തിട്ടില്ല. ഇത് കണ്ടോ, KC11 ഓഫാണ്, അതുപോലെ പിന്നൊന്നും കണക്ട് ചെയ്തിട്ടില്ല. ഇത് നമുക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് പോസിറ്റീവ് നമുക്ക് അഡീഷണൽ MPPT ഇട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. BMS ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ സൈഡിലുണ്ട്. KSEB ചാർജിങ് ഓഫ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസും സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിസ്റ്റം ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം, മൂവ് ചെയ്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊണ്ടുപോകാം. അപ്പോൾ ഇത് കണ്ടോ, പവറൊക്കെ നമ്മളൊന്ന് ഡിസ്കണക്ട് ചെയ്ത് മറ്റേ അതുമായിട്ട് ഡിസ്കണക്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മുടെ ഈ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ സിസ്റ്റം കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പൂർണ്ണ രൂപം. ഇപ്പോൾ ഇത് ബാറ്ററി നമുക്ക് ചാർജിങ്ങിന് വരുന്നുണ്ടെങ്കിൽ അവിടെ ചാർജിങ്ങിൻ്റെ ആ ഒരു ഇൻഡിക്കേറ്റർ അവിടെ കാണുന്നതായിരിക്കും. അതുപോലെ തന്നെ ബാക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ ബാക്കപ്പ് അവിടെ ബ്ലിങ്ക് ചെയ്യും. കറണ്ട് പോകുന്ന സമയത്ത് മാത്രമേ അത് സ്റ്റില്ലായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇത് ചാർജിങ് എത്ര ആംപിയറിൽ ചാർജിങ് ആവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു സിസ്റ്റത്തിൽ 2400 വാട്ട്സ് ആണ് നമുക്ക് ലോഡിംഗ് കപ്പാസിറ്റി വരുന്നത്. 2.5 യൂണിറ്റ് ആണ് ഇതിന്റെ സ്റ്റോറേജിങ് വരുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ടെക്നിക്കൽ വീഡിയോകളൊക്കെ കാണുന്നുള്ള എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.